നമുക്കിനി അടുത്തയാളെ കണ്ടുപിടിക്കാം. നമ്മുടെ ഹംഗാമ നല്ല രീതിയിൽ ആങ്കർ ചെയ്യാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ടോ നമുക്ക് തപ്പി നോക്കാം. ഇവിടെ ആരാണ് ആങ്കർ ആയിട്ട് താല്പര്യമുള്ള ആള്? ഇയാളോ? ഇല്ല. അപ്പോൾ ഇയാൾ റെഡിയാണ്. അപ്പോൾ ഒരു ആങ്കർക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? കോൺഫിഡൻസ്, ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ്, പിന്നെ എപ്പോഴും ബ്രൈറ്റ് സ്മൈൽ ഉണ്ടായിരിക്കണം, പിന്നെ അത്യാവശ്യം ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടാവണം. അപ്പോൾ പറഞ്ഞ 4 ഉത്തരവും ശരിയാണ്. ബുദ്ധി വേണം ഒരു ആങ്കർക്ക്. ബുദ്ധി അത്യാവശ്യം എന്ന് കരുതി ഓവറായത്. അപ്പം മന്ദബുദ്ധികൾക്ക് ആങ്കർ ചെയ്യാം? ഇല്ല, ഒരിക്കലും. അവരുടെ കഴിവിനനുസരിച്ച് എത്ര ചെയ്യാൻ കഴിയുമോ അത്രയും ചെയ്യാം. അപ്പം ആദ്യത്തെ റൗണ്ട് കടന്നു, നമുക്കിനി രണ്ടാമത്തെ റൗണ്ട് നോക്കാം. ശരി, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, അല്ല ഞാനൊരു വിഷയം തരാം, അതിനെക്കുറിച്ച് നിർത്താതെ കുറച്ചു നേരം സംസാരിക്കാമോ? ശരി, എളുപ്പമുള്ള വിഷയം തന്നെ ആയിക്കോട്ടെ. ഫ്രണ്ട്സ് എപ്പോഴും ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ കഴിവുള്ളവരാണ്. നമ്മളെ പറ്റി ഈ സൈഡിൽ നിന്ന് നല്ലത് പറഞ്ഞ് അപ്പുറത്ത് പോയി അയ്യോ അവൾ വളരെ മോശമായിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയുന്നതല്ല യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ ഫ്രണ്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ എൻ്റെ മുഖത്തുള്ള ഫീലിങ്സ് കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവണം ഐ ആം ഹാപ്പി, സാഡ്, എന്താണോ ആ ഫീലിംഗ് ഉള്ളത്. പിന്നെ ഫ്രണ്ട് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും. ഒരു പേർക്ക് തന്നെ ഒരാൾ മാത്രമായിരിക്കില്ല ബെസ്റ്റ് ഫ്രണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക. ഈവൻ ദ ബോയ്സ് ഗേൾസ് അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്സ് മീൻസ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിൽ? ഓക്കെ, സെലക്ട് ചെയ്യാം അല്ലേ? പക്ഷേ ഒരു വേദിയിൽ നമ്മൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇതിപ്പം ഒരു കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു വേദിയിൽ ഒരുപാട് ഓഡിയൻസിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കുക. ശരി, ഞങ്ങളിവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ക്യാമ്പസ് സംഗമയുടെ പേരിൽ. ഇന്നത്തെ ക്യാമ്പസ് സംഗമയിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മൈക്ക് പിടിച്ചോളൂ, വേണം നടന്നു വന്നോളൂ, സ്ലോ മോഷൻ വേണം. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് EMA കോളേജ് ക്യാമ്പസ് ഹംഗാമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത്രേ ഉള്ളോ? കുട്ടികളൊക്കെ കയ്യിലെടുക്കണ്ടേ? ഇവിടെ ഒരുപാട് പേരെ നിങ്ങളെ എല്ലാവരും ഇരിപ്പുണ്ട്. എല്ലാം ഒന്ന് പറയാം, ഇയാൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. Hey guys, are you ready? Oh, this is Campus Hangama, the college of EMA College of Arts and Science. ഇത് നമ്മുടെ നിമിഷമാണ്. ഓരോ ചുവടും ഓരോ സംഗീതവും ഇവിടെ മാറ്റുരയ്ക്കാൻ പോകുന്നു. ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ക്യാമ്പസ് ഹംഗാമ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സഹൃദയം സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാപ്പ് തന്നെയാണ് അതിൻ്റെ ഒരു തെളിവ്. ഇടയ്ക്ക് പറയുമ്പോൾ ഇടയ്ക്ക് ചെറിയൊരു വിക്കൽ ഉണ്ടെങ്കിൽ ശരിയാക്കി എടുക്കാം അല്ലേ? ശരി, നിങ്ങളല്ലേ, കുഴപ്പമില്ലേ? അപ്പോൾ നമുക്ക് ഇയാളെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേദി വെച്ച് കാണാം. റെഡിയാണോ? സോറി, അപ്പോൾ ഇയാൾ വില്ലിങ് അല്ല എന്നാണ് ഇയാൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. വിഷമമൊന്നും. അപ്പോൾ നമുക്ക് അടുത്തയാളെ, ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഒന്നും കൂടെ തപ്പി നോക്കാം. നമ്മുടെ ക്യാമ്പസ് സംഗമ പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആർക്കുമില്ല. അത് ആരാദ്യം പറഞ്ഞില്ല എന്ന്? ഒന്ന് കൈവക്കിക്കേ കാണാൻ വേണ്ടിയിട്ട്. ആദ്യമേ പറഞ്ഞു ഇല്ലാന്ന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പോയേക്കാം. എന്തോ ഉള്ളവരുണ്ടോ? ആരാണ്? ഉണ്ടോ? താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാം. അതിൽ ഇയാൾ പാസ്സായാൽ നമുക്ക് അവിടെ വെച്ച് വേദി വെച്ച് കാണാം. ഞാൻ പറയുന്നു, ഒരു കൊരങ്ങനായിട്ട് വന്ന് അഭിനയിക്കണമെന്ന് പറ്റുമോ? പറ്റും. അപ്പം ഞാൻ ഇന്ന് വേദി വരുമ്പം ഇയാളോട് പറയുവാണ് കൊരങ്ങനായിട്ട് അവിടെ നിന്ന് അഭിനയിക്കണമെന്ന്. ഇല്ല, നമ്മൾ എല്ലാവരും മുഖം ഷേപ്പൊക്കെ കണ്ടിട്ടാണല്ലോ ഓരോ ക്വസ്റ്റ്യനൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ ഒരു റെഡി? ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ കേട്ടോ. ടൈം. അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഇയാൾ നമ്മുടെ വേദി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കൊരങ്ങൻ്റെ ബിഹേവിയർ എന്ന് നമുക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ റെഡി ആയിക്കോളൂ, നമുക്ക് വേദി വെച്ച് കാണാം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ഇയാൾ ആങ്കർ ആകാൻ പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കേട്ടു, ഇയാൾ ഇനി നമ്മുടെ ആങ്കർ ഹണ്ടിൽ കൊരങ്ങനായിട്ട് അഭിനയിക്കാൻ പോവാണ്. ഇനി മാറിയത് വാക്ക് മാറിയാൽ ഓക്കെ. അപ്പോൾ കാണാം, നോട്ട് ചെയ്ത് വെച്ചോ. വന്നില്ലെങ്കിൽ പൊക്കിക്കൊണ്ട് വരണം. ഭയങ്കര മസിലൊക്കെയുള്ള ടീമുകൾ. അല്ല, നിങ്ങൾ ഇത്രയും മല്ലന്മാരുടെ അടുത്തേ ഞാനൊരു പാവം നീർക്കോലി പേടിയായി പോയി.
ഇവിടെ കുറെ മല്ലന്മാർ നമുക്ക് വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ്. ആങ്കർ ആവാനുള്ള തന്റെ ഇടത്തോടുകൂടി. അല്ലെങ്കിൽ ഞങ്ങൾ മതി, ഞങ്ങൾ തല്ലിയിട്ടാണെങ്കിൽ കേറും അല്ലേ? പേര് വിട്ട് കഴിഞ്ഞു, ഫൈറ്റേഴ്സ്. അപ്പൊ എല്ലാരും ഉണ്ട് ആങ്കർ. എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ക്യാമ്പസ് സംഗമ ഇന്ന് ഈ കോളേജിൽ ആങ്കർ ചെയ്യാൻ പറ്റിയ ആളാരാണ്? അജ്മൽ അജ്മൽ അജ്മൽ. അതാരാണ്? അജ്മൽ. അജ്മൽ വില്ലിംഗ് ആണ്. കോൺഫിഡൻസ് തന്നെ ഉണ്ട്. ഞാൻ റെഡി ആണെന്ന് പറയുന്ന. അപ്പൊ ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാം. നമുക്ക് അതിൽ പാസ്സാവും നോക്കാം. നിർത്താതെ തെറ്റാതെ എന്തെങ്കിലും വായി തോന്നിയത് വൃത്തികേട് പറയരുത്. പറയാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പോ തട്ടിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാം, നാണമില്ലേ ഇങ്ങനെ പറയാം. ഓക്കെ, കൊള്ളാം അല്ലേ? അപ്പൊ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട്. ഇനി നമുക്ക് ഞാൻ വേറെ കാര്യം കൂടെ ചോദിക്കാം. ഒരു കുസൃതി ചോദ്യം. ഒരു ഇഷ്ടിക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 30 കാര്യങ്ങൾ സ്പീഡിൽ പറയണം. ഒരു ഇഷ്ടിക കൊണ്ട്. ഇഷ്ടിക കൊണ്ട് നമുക്ക് ഒരു ഇഷ്ടിക കൊണ്ട് അല്ല, നമുക്ക് ഇഷ്ടിക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 30 കാര്യങ്ങൾ സ്പീഡിൽ പറയാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ. മതിലെടുക്ക, വീടെടുക്ക, തലക്കടിക്ക. ഓക്കെ, നമുക്ക് ആലോചിക്കാൻ ഒരു 2 മിനിറ്റ്. ബൾബ് കത്താൻ വേണ്ടിയിട്ട് ഒരു സമയം. അപ്പൊ ഒന്ന് തല കാണിച്ചേ. ഇവിടെ ഇപ്പം ബൾബ് കത്തുവേ. പോട്ടെ. ബൾബ് എത്തി എല്ലാവരും കണ്ടില്ലേ? അപ്പൊ അജ്മലല്ലേ? അജ്മല് ഇഷ്ടിക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 30 കാര്യങ്ങൾ പറയാൻ പോവാണ്. പറഞ്ഞു. ഒരു വീട് വെക്കാം, 2 വീട് വെക്കാം, 3 വീട് വെക്കാം, 4 വീട് വെക്കാം, 5 വീട് വെക്കാം, 6 വീട് വെക്കാം, അങ്ങനെ 30 വീട് വെക്കാം. സമ്മതിച്ചു. കൊള്ളാല്ലേ? ഇവ പുലിയാണ് കേട്ടോ അല്ലെ? അല്ല, പുലി കഴുതപ്പുലിയാണോ അതോ പൂച്ചപ്പുലിയാണ്? അപ്പൊ ക്യാമ്പസിലെ പൂച്ചപ്പുലി അജ്മലിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ആങ്കറോട് ഇവിടെയാണ്. പേരെങ്ങനെയാ? അർഷിദ്. അപ്പൊ അർഷിദിനോട് ഒരു ആങ്കർ ടെസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു പാട്ട് പഠിപ്പിക്കാം. ശരി, പാട്ട് പഠിക്കും. പാട്ടോ? ഞാൻ മൈക്ക് പിടിക്കട്ടെ. പാട്ട് പഠിക്കൂ. കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി. ദൈവമേ എനിക്കെന്തിനീ. ദൈവമേ ഒന്ന് നിർത്തുമോ? അപ്പൊ ഈ പാട്ട് പാടുവാണെങ്കിൽ നമ്മുടെ ഹംഗാമ കാണുന്ന എല്ലാരും ഇറങ്ങി ഓടും. ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ദർശന ടി വിയുടെ ക്യാമ്പസ് ഹംഗമിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിവിടെ ക്യാമ്പസ് ഹംഗമയിലെ ഹാങ്കറായിട്ട് 5 മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതിലെ ഏറ്റവും മികവ് പുലർത്തുന്ന മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു മത്സരം കാഴ്ചവെക്കാം. എന്താണെന്നതിൽ അതിലേക്ക് വിലയിരുത്തുന്നതിന് വേണ്ടി എല്ലാ കൂട്ടുകാരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഹായ്. ഇവിടെ നടക്കുന്നത് ആങ്കർ ഹണ്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതിൽ നമ്മൾക്ക് വേണ്ടി ജഡ്ജ് ചെയ്യാനെത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട 2 ടീച്ചേഴ്സും നമ്മുടെ കോളേജിൻ്റെ ഗ്ലാമർ താരമായ ലുക്മാനുമാണ്. കണ്ടോ പെൺകുട്ടികളുടെ കയ്യടി കണ്ടോ ലുക്മാൻ്റെ പേരിന്? അതുപോലെ തന്നെ നമ്മുടെ ഷറഹാൻ സാറ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പിന്നെ നമ്മുടെ യൂനുസ് സാറ്, പിന്നെ ഇവർ 3 പേരാണ് ഞങ്ങളെ ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. അതെല്ലാവരും പേടിച്ച് ഓടിപ്പോയി. ഇപ്പോൾ ബാക്കി ഞങ്ങൾ 5 പേര് മാത്രം ബാക്കി. ഇതിലൊന്നിനെ സെലക്ട് ചെയ്യുന്ന ഞങ്ങളായിരിക്കും ഈ പരിപാടി ഇവിടെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തുടക്കക്കാരൻ്റെ പരിഭവം ഉണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഒട്ടും പരിഭവമില്ല. എനിക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും. എൻ്റെ പേര് അജ്മൽ പയേരി. ഞാൻ 2nd ഇയർ BA വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ പഠിക്കുന്നത്. പിന്നെന്താ, ഈ കുട്ടികളുടെയൊക്കെ രോമാഞ്ച ഹൃദയമാണ്. പിന്നെന്താണ്,
നമ്മുടെ കറുത്ത ചേട്ടന്മാരെ അനിയനാണ്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കരുവാങ്കൽ എന്ന് വരികയാണ്. എല്ലാ മത്സരാർത്ഥികളെയും പരിചയപ്പെടുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താങ്കളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ പേര് ഹിഷാം മുബാറക്, സെക്കൻഡ് ഇയർ ബയോ കെമിസ്ട്രി. ഇന്ന് അറിയുന്ന കുട്ടികളായിരിക്കും ഇതിൽ കൂടുതലും എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് റീം തമന്ന. ഞാനിവിടെ സെക്കൻഡ് ഇയർ ബയോടെക്നോളജി വിദ്യാർത്ഥിയാണ്. Good evening, everybody. Myself, Priyanka Raj Purohit. ഞാൻ സെക്കൻഡ് ഇയർ മൈക്രോബയോളജിയിലുള്ള സ്റ്റുഡൻ്റ് ആണ്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. എൻ്റെ പേര് ഹസ്ന KP. ഞാൻ 6th സെം BSc മൈക്രോബയോളജി എന്നാണ് വരുന്നത്. അജ്മലിനോടാണ് ചോദ്യം. യെസ്. ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണുകൾ ആരുടേതാണ്? എൻ്റെ കണ്ണുകൾ, എൻ്റെ വലത്തെ കണ്ണും എൻ്റെ ഇടത്തെ കണ്ണും. എൻ്റെ വലത്തെ കണ്ണിലൂടെ എൻ്റെ ഉമ്മ എന്നെ ലോകം കാണാൻ പഠിപ്പിച്ചു. എൻ്റെ ഇടത്തെ കണ്ണിലൂടെ ഞാൻ ഈ ലോകത്തെ മനസ്സിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഹിഷാമിനോടാണ്. ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്താൽ താങ്കൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്തായിരിക്കും? ഇന്ത്യയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അങ്ങനെ ഒരു പൊസിഷനിൽ ഞാൻ എത്തുകയാണെങ്കിൽ ആദ്യം ഞാൻ ഈ പഠിച്ച കോളേജ്, എൻ്റെ കുട്ടികൾ, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഇവരാണ് എൻ്റെ കൂട്ടുകാർ. ഇതേപോലെയുള്ള കുട്ടികളായിരിക്കും അന്നും ഉണ്ടാവുക. എന്തെങ്കിലും എന്നുള്ളത് ക്യാൻ യു സ്പെസിഫൈ ഇറ്റ്? APJ അബ്ദുൽ കലാം കൊടുത്ത സ്പിരിറ്റ് പോലെ എന്തെങ്കിലും കൊടുക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റീം തമന്നയോടാണ് ചോദ്യം. റീം തമന്ന സിനിമയിലൊരു സംവിധായകയായാൽ ഏത് നായകനെയാണ് തിരഞ്ഞെടുക്കുക? മെയിനായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വിനീത് ശ്രീനിവാസനായിരിക്കും. കാരണം എല്ലാ മേഖലകളിലും തിളങ്ങാൻ കഴിയുന്ന, എല്ലാ രീതിയിലും സപ്പോർട്ട് തരാൻ കഴിയുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്കില്ല് പഠിക്കാനും അതിനെക്കുറിച്ചൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ സെലക്ട് ചെയ്യും. ക്യാമ്പസിലെ വളരെ വ്യത്യസ്തമായ, അതല്ലെങ്കിൽ പരിപാടിയിലെ തന്നെ ഏറ്റവും വെറൈറ്റി കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജഡ്ജസിനെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യനും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്ക ഈ ക്യാമ്പസിലെ ഏറ്റവും വൈകി വരുന്ന കുട്ടി എന്നുള്ളൊരു അംഗീകാരം പ്രിയങ്ക നേടിയെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രിയങ്കയുടെ പ്രതികരണം? ആക്ച്വലി ഞാൻ ലേറ്റായിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേടിയായിരിക്കും എന്തായാലും ക്ലാസ്സിൽ കയറാൻ തന്നെ. പക്ഷെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. ഞാൻ ടീച്ചേഴ്സ് ആരാണോ ക്ലാസ് എടുക്കുന്നത് അവരൊന്ന് വിളിച്ചിട്ട് ഐ വിൽ സേ വൈ ഐ വാസ് ലേറ്റ്, മൈ റീസൺ, ആൻഡ് ഇഫ് ദ റീസൺ വാസ് റെസ്പോൺസിബിൾ ദെൻ ഐ തിങ്ക് സർ വിൽ പെർമിറ്റ് മീ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴുള്ള തൻ്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ എനിക്കൊരു പെന്നാണ് നഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ, നോട്ട് ഫോർ എക്സാമ്പിൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ശരി, ഫോർ ദ ടൈം ബീങ് നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ്. ഹിഷാം നല്ലൊരു പാട്ടുകാരാണെന്ന് ഇവിടെ വലിയ കേൾവിയുണ്ട്. നല്ലൊരു ഹിന്ദി പാട്ട് ഹിഷാം ഒന്ന് അവതരിപ്പിക്കും. ഹിന്ദി പാട്ട് വേണ്ട, വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 1930കളിലെ ദാർശനിക കവി ഇക്ബാലിൻ്റെ 2 വരികൾ. അല്ലാമ ഇക്ബാൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഏറ്റവും പ്രചോദനം നൽകിയ കവി. സാരേ ജഹാ സേ അച്ഛാ ഹിന്ദുസിതാ ഹമാരാ ഹമാരാ സാരേ ജഹാ സേ അച്ഛാ. ഒരു വൃദ്ധയുടെ റോളൊന്ന് അഭിനയിക്കാവോ? വയസ്സായിട്ടുള്ള ഒരാളെ കുറിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് അഭിനയിക്കാവോ? ശരി, ഫോർ ദ ടൈം ബീങ് നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ്. ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡിലൊരു പാട്ടുണ്ടല്ലോ, അപ്പങ്ങളെപ്പാടും ചുട്ടമ്മായി എന്ന പാട്ടിനോടുള്ള തൻ്റെ സമീപനം എന്താണ്? ആ പാട്ട് പലരും അതിനെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാപ്പിളപ്പാട്ടിനോട് സാമ്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയാൻ പാട്ട് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ട് കാണുക തന്നെ വേണം. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് അജ്മൽ. അജ്മലിൻ്റെ അഭിനയ പാടവത്തെയാണ് ഞങ്ങൾക്കൊന്ന് അറിയേണ്ടത്. അജ്മൽ ഒരു വാനരനായിട്ട്, അല്ലെ കുരങ്ങനായിട്ടൊന്ന് അഭിനയിച്ചു.
ഇപ്പോൾ ക്യാമ്പസിൽ എല്ലാവർക്കും വളരെ തമാശയോടുകൂടിയും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും നടനും ഒക്കെയാണല്ലോ സന്തോഷ് പണ്ഡിറ്റ്. ആ സന്തോഷ് പണ്ഡിറ്റ് സിനിമയിൽ താങ്കളെ നായകനായി ക്ഷണിച്ചാൽ താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആയാലും ആരുടെ ആയാലും നായകനായി വിളിച്ച ക്യാമറയുടെ മുന്നിൽ കിട്ടുന്ന ചാൻസ് ആയിട്ട് ഞാൻ പോകും. റീം തന്നെ ഈ പിന്നെ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു വനിതാ പോലീസായിട്ടൊന്ന് അഭിനയിച്ചാണ്. ഒരു ഇഷ്ടപ്പെട്ട സിനിമാ ഗാനം 2 വരി ഒന്ന് ആലോചിച്ച്. प्रभु जी सदा ही कृपा हम पे बनाए रखना, प्रभु जी सदा ही कृपा हम पे बनाए रखना. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഹരിശ്രീ അശോകനും ദിലീപും ഒരുമിച്ച് അഭിനയിച്ച ഒരു 4 സിനിമയുടെ പേര്. മീശമാധവൻ, പറക്കുന്തളിക, സ്ഫടികം. വളരെ പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടൈം ഇസ് ഓവർ. ഏറ്റവും നല്ല ആങ്കറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ചത്. ശരിക്കും ഇവിടെ 5 പാർട്ടിസിപ്പൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിച്ച ഓരോ ചോദ്യത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റെസ്പോണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ 5 മത്സരാർത്ഥികൾ ഇവിടെ മത്സരിച്ചപ്പോഴത്തേക്ക് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തോന്നുന്നത് ആരായിരിക്കാം? ഒരു മത്സരം നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കഴിവ് എത്രത്തോളം പ്രകടിപ്പിക്കാമോ ആ പ്രകടനമാണ് ഇതുപോലത്തെ അവസരങ്ങളിൽ കാണിക്കേണ്ടത്. റിം തമ്മനെയും അതുപോലെ അജ്മലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് ബാക്കിയുള്ളവരും മോശമാണെന്നല്ല, ചോദ്യത്തിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള റെസ്പോൺസ് പാർട്ടിസിപ്പൻസുകളിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്നാലും എല്ലാവരും നല്ലതുപോലെ പെർഫോം ചെയ്തു. പക്ഷേ ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥി മത്സരം നടക്കുമ്പോൾ വിജയവും തോൽവിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല വിജയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും കൂടി ചേർന്നെടുത്തിട്ടുള്ള ഈ മത്സരത്തിലെ വിജയ് എന്ന് പറയുന്നത് അജ്മലാണ്. അജ്മലിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം എല്ലാ കണ്ടസ്റ്റന്റിനോടും പറയാനുള്ളത്, നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കൂടെ പങ്കെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും. അജ്മലിൻ്റെ ഈ കഴിവിന് റിയാലിറ്റി ഷോയിലുള്ള പോലെ 30 മാർക്കിൽ ഒരു 30 മാർക്ക് നൽകിക്കൊണ്ട് ഇവിടെ വിധി പ്രഖ്യാപിക്കുകയാണ്. സന്തോഷം രേഖപ്പെടുത്തുന്നു. എന്നെ തെരഞ്ഞെടുത്ത ജഡ്ജസിനും പിന്നെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് പരിപാടി തുടങ്ങാല്ലേ? യെസ്, തുടങ്ങാല്ലേ? യെസ്, വെൽക്കം ടു ക്യാമ്പസ് സംഗമ. നിങ്ങൾ കോഷക് ഡാൻസ് എന്നുള്ള പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കേട്ടിട്ടില്ല. അത് ഇപ്പോൾ കേട്ടു. നമ്മുടെ കോളേജിലെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റിനെ പോലെ ഒരു സാധനങ്ങളുടെ ഇവിടെ അഫ്ഗാനിൽ നിന്ന് കുടിയേറി വന്ന ടീമുകൾ, അവരുടെ ഡാൻസിന്റെ പേരാണ് കോഷക് ഡാൻസ്. ലെറ്റ് us welcome them, the Afghan team. നമ്മുടെ കോളേജിലെ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളൊന്ന് പരിചയപ്പെടാം അല്ലേ? യെസ്, നെയിം പ്ലീസ്. My name is Akmal. My name is Hikmatullah Jabbar Khail. Habibullah Hassani. I am Habib Rahman from BB8 final year student. My name is Kamal. Muhammad. Khaja Fardin BCom student. Peranda Salim Rajabi. Yes, നമുക്ക് എൻജോയ് ചെയ്യാം ഒരു കോഷ് ഡാൻസ്.